എനിക്കൊന്നും പറയാനില്ല. എവിടെ വീട്? നിൽക്കുന്ന വീട് തൊട്ടടുത്തല്ലേ വീട്. എല്ലാവരും ജോലിക്ക് പോകണം. എങ്ങോട്ട് പോവാ? ജോലിക്ക് പോകണം. വീട്ടിൽ വെള്ളം കയറി? വെള്ളം കയറി. ക്ലീൻ ചെയ്തോ? ഇന്നലെ ക്ലീൻ ചെയ്ത് ഇറങ്ങിയതാ. ഇപ്പൊ വെള്ളം കയറി. കടയില് സാധനങ്ങൾ മേടിച്ച് ഇനി നശിയാനൊരു സാധനമില്ല വീട്ടില്. ഇങ്ങനെ വെള്ളം കയറി എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് കൊണ്ടിട്ട് വെള്ളം എല്ലാം നശിച്ചു. ഫ്രിഡ്ജ് ഞങ്ങളെ പേര് പറയാൻ തള്ളി നിക്കണേന്. എന്തായാലും വെള്ളം അറിയാലോ. എല്ലാവരും വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 3 ആളുണ്ട്. ഒരു കൊച്ചും ഞങ്ങൾ 2 ആളും. അങ്ങനെ ഫോണ് ജീവിച്ച്. എവിടെ ജോലിക്ക് പോണത് അവിടെ ഒരു യൂണിറ്റില് തയ്ക്കണം. അയ്യോ എന്റെ പൊന്നു മോനെ ഒന്ന് പിടിക്കണ്ടത്. എന്തിനാ ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് തന്നെ തൊഴില. ഇപ്പൊ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളു. നാട്ടുകാരറിയണം, അധികാരികൾ അറിയണം. അധികാരികൾ അറിയണില്ല. ഞങ്ങൾ അതിക്കും മുമ്പ് എത്ര പ്രാവശ്യം ഈ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇതാണെങ്കിലും ആൾക്കാർക്ക് പരാതി കൊടുത്തതാണെന്നറിയോ. പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്തെന്നാ ഈ ആൾക്കാരെല്ലാം ഇവിടുത്തോണ്ട് ഒരു കാര്യമില്ല. ഇതിന് പരിഹാരം കാണൂല അവര്. ഞങ്ങൾ രാജീവ് നിന്ന് ജയിച്ചോല്ല ഞങ്ങൾ ഇവിടെ ഇതാ പറഞ്ഞതാ എല്ലാവരും കൂടി. അപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞു. എന്ത് ശരിയാക്കി എന്നിട്ട് അവര് എത്ര വർഷമായിട്ട് ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്? ഒരു 18 തുടങ്ങി ഇത് അനുഭവിക്കണേ. അലമാരിയിലെ സകല സാധനങ്ങളും നശിഞ്ഞു വീട്ടില്ല. വസ്ത്രങ്ങളും എല്ലാം പോയി. എല്ലാം ഇനി അതൊന്നും ഒരു കാശിന് കൊള്ളൂല സാധനം. എന്റെ വീട്ടുകാരെ മുഴുവനും ഇത് കേൾക്കുമെന്ന് ഇത്തരം ദുഃഖങ്ങൾക്ക് എന്താണ് അധികാരികളുടെ മറുപടി? അമ്മ പറയുന്നത് കേട്ടില്ലേ? അവർക്ക് അവരോട് സംസാരിച്ചത് അവരുടെ ദുരിതം അധികാരികൾ അറിയണം. അമ്മയ്ക്ക് സംസാരിക്കാൻ പ്രയാസമാണ്, പക്ഷേ ആ ദുരിതം അധികാരികൾ അറിയണം. അതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് എന്താണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പറയാനുള്ളത്? മന്ത്രിയാണ് ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി. ഇതോടൊപ്പം തന്നെ കളമശ്ശേരി ചെയർപേഴ്സൺ ഈ വാർഡിലാണ്. ഇവർക്ക് എന്തിനാണ് ഈ ജനങ്ങൾ ഇങ്ങനെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്? കണ്ടില്ലേ ആ കണ്ണീരിന് എന്താണ് മറുപടി? നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നശിച്ചുപോയിട്ടുണ്ടോ? മന്ത്രിയുടെ വീട്ടിലെ വസ്ത്രങ്ങൾ നശിച്ചുപോയിട്ടുണ്ടോ? ഈ ചെയർപേഴ്സന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെരുപ്പെങ്കിലും വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ടോ? ഈ സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? ഈ കണ്ണീരിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇതല്ലാതെ നമ്മൾ എന്താണ് ചോദിക്കുക അരുൺ? കാരണം ഈ കണ്ണുനീര് നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അവരുടെ വീട്ടിലെ ദുരിതമാണ് പറയുന്നത്. എന്ത് മഴ പെയ്താലും ഇതാണ് അവരുടെ അവസ്ഥ. ഈ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഉണ്ടായിരുന്നതൊക്കെ നശിച്ചു, ഇനി ഒന്നും ആ വീട്ടിൽ നശിക്കാൻ ബാക്കിയില്ല എന്ന് ആ അമ്മ പറയുന്നിടത്താണ് അവരൊക്കെ തോറ്റുപോവുകയാണ് എന്ന് ഈ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല.